നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ്. ഈ അവൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നടിയെയല്ല നമ്മൾ കാണുന്നത്, ഒരു പെണ്ണിനെയാണ്. ഈ കഴിഞ്ഞ 8 വർഷക്കാലം ഞാൻ ഇന്ന് ഓർക്കുന്നു, അന്ന് രാത്രി ഒരു 1:30-2 മണിയായിട്ടാണ്. അന്നാണ് എനിക്കൊരു കോള് തരുന്നത് 2 മണിക്ക്, ചേച്ചി ഇങ്ങനൊരു വിഷയം കേട്ടു എന്ന്. അപ്പൊ ആരാണ് എന്ന് എന്നോട് പറഞ്ഞില്ല, ഒരു നടി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ രാവിലെ ആയപ്പോഴേക്കും, നേരം വെളുത്തപ്പോഴേക്കും ആരാണ് എന്ന് അറിഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പുറപ്പെട്ടു. അന്നു മുതൽ അവൾക്ക് സംഭവിച്ച ആ 2 മണിക്കൂർ നേരത്തെ വേദനയെ കുറിച്ച് മാത്രമാണ്. അവൾ അപമാനിക്കപ്പെട്ട് ആ തെരുവിൽ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കാർ ഏകദേശം 2 മണിക്കൂറോളം. അതിനെക്കുറിച്ചാണ് അവൾ പറഞ്ഞത് മുഴുവൻ. ഈ 2 മണിക്കൂറും ഈ കാറ് അവർ അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോ അവളുടെ അമ്മ അവള് എറണാകുളത്ത് എത്തിയോ എന്നറിയാൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അന്ന് അവൾക്ക് അതിനെക്കുറിച്ച് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്ന് നിയമപരമായ ഒരു പോരാട്ടത്തിന് അവൾ കോടതി കയറിയോ, അന്ന് മുതൽ ഈ 8 വർഷക്കാലം അവൾ അപമാനിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. 9 പേർ മാറി 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 വാക്കുകൾ കൊണ്ട് ആ 2 മണിക്കൂർ ആ വൃത്തികെട്ടവൻ ചെയ്ത പ്രവൃത്തികൾ ഇവർ വാക്കുകൊണ്ട് അവളോട് ചെയ്തുകൊണ്ടേയിരുന്നു. വെർബൽ റേപ്പ് എന്ന് പറയുന്നത്. അവിടെയാണ് അവൾ തളർന്നു പോയത്. അതിനുള്ളിൽ അവളെ രക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല. എനിക്ക് 2 ആൺമക്കളാണ്. എന്നോട് സിനിമയിലുള്ള പലരും ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഈ വിഷയത്തിൽ ഇടപെടുന്നത്? അവൾ ആരാണ് നിങ്ങളുടെ എന്ന് ചോദിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, നാളെ ഞാനായി കൂടെ, എനിക്ക് സംഭവിച്ചുകൂടെ ഇത്? എന്റെ വീട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഇന്ന് അവനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ അവനെ പ്രത്യക്ഷത്തിൽ, അതായത് രഹസ്യമായിട്ടല്ല, ഓപ്പണായിട്ട് വന്നിട്ട് അവനോടൊപ്പമാണെന്ന് പറയുന്നവർക്കൊക്കെ പെൺമക്കൾ ഉള്ളവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ ഒരു വിഷയം. ഞാൻ അവരോടൊക്കെ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ പെൺമക്കളുണ്ടല്ലോ, അത് സിനിമയിലെ രാഷ്ട്രീയക്കാരും സിനിമയിലെ നായകന്മാരും നായികമാരും എല്ലാവരും. അവളോടൊപ്പം സിനിമയ്ക്കുള്ളിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമേ നിൽക്കുന്നുള്ളൂ. പക്ഷേ ഈ സമൂഹം മുഴുവനും അവളോടൊപ്പമാണ്. ഇന്ന് കേരളത്തിൽ ഞാൻ ദിവസവും അവൾക്ക് ഓരോരുത്തരും കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അവളോടൊപ്പം എന്ന് പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഓരോ പോസ്റ്റുകളും ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. കാരണം അവൾക്ക് ധൈര്യം കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതൊരു പ്രശസ്തയായവളായതുകൊണ്ടല്ല, ഒരു നടി ആയതുകൊണ്ടല്ല. ഇന്ന് അവൾ വിജയിച്ചാൽ നാളെ പല പെൺകുട്ടികൾക്കും അവളൊരു പ്രചോദനമാകും. അവൾ ഈ സമൂഹത്തിന് ഒരു മാതൃകയാകും. ഇനിയും ഇത്തരത്തിലുള്ള അതിജീവിതമാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഉണ്ടാകും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് നീ പോരാടണം, നീ അങ്ങേയറ്റം പോരാടണം. വിജയം പരാജയം എന്നത് അതപ്പുറമാണ്, അത് പിന്നീടാണ്. അതിനേക്കാൾ മുമ്പേ
ആ വൃത്തികെട്ടവരുടെ മുഖം നീ പുറത്ത് കാണിച്ചു കൊടുക്കണം. നിന്റെ മുഖമല്ല മറക്കേണ്ടത്, അവന്റെ മുഖമാണ് എന്ന് നീ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്ന് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് പറഞ്ഞുകൊണ്ടേയിരിക്കണമെങ്കിൽ ഞാൻ പേഴ്സണലി വ്യക്തിപരമായിട്ട് അവളോട് സംസാരിക്കുമ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ആന്റിബയോട്ടിക് കൊടുക്കുന്ന മാതിരി അവളോട് ഇങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. കേരളത്തിന്റെ പല 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 ചരിത്രങ്ങളും, അതുപോലെ നിർഭയ എന്ന നമ്മുടെ പ്രസ്ഥാനത്തിലെ കുട്ടികളെ കുറിച്ചും ഞാൻ അവളോട് പറയാറുണ്ട്. 2 വയസ്സ് മുതൽ 80 വയസ്സായവർ വരെ അനുഭവിക്കുന്നു. ഒന്ന് നോക്കൂ, നിനക്ക് വേണ്ടി ഇത്രയധികം ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു, മാധ്യമങ്ങൾ നിന്നോടൊപ്പമുണ്ട്, എല്ലാവരും ഉണ്ട്. എന്തിന് എന്ന് ചോദിച്ചാൽ നാളെ ഒരു തലമുറയ്ക്ക്, നാളെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം വരാതിരിക്കുക എന്നതാണ്.